നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നാളെ മുതൽ പുതിയ കൊച്ചി, കേരളവും മാറുകയാണോ? കൊച്ചി മെട്രോ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇനി പുതിയ കൊച്ചി, കേരളവും മാറുകയാണോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ, ഒപ്പം മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിജയൻ ഉണ്ണി, മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഏലിയാസ് ജോൺ എന്നിവർ. ഡോക്ടർ എ സമ്പത്ത്, നാളെ കേരളത്തിൻ്റെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. താങ്കളും താങ്കളുടെ പാർട്ടിയും സംസ്ഥാന സർക്കാരും എങ്ങനെ അതിനെ കാണുന്നു എന്നാണ് പറയുക? കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നാളെ കൊച്ചിയിൽ നടക്കുന്നത്. ഇത് കൊച്ചിക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന പദ്ധതി എന്നും അവർക്ക് ഏറ്റവും അഭിമാനകരമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വികസന മുദ്രയും ഒക്കെയായി പറയുമ്പോൾ തന്നെ കേരളീയരായിട്ടുള്ള എല്ലാവരും ഇതിൽ അഭിമാനിക്കുകയാണ്. ഞാനും ആ അഭിമാനത്തിൽ ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും അതിൽ നിങ്ങളുടെ ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് ഞാനും പങ്കുചേരുകയാണ്. 1999 ആണ്ടിൽ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന യശശരീരനായ സഖാ VK നായനാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. 1999 ജൂലൈ മാസം 21-ാം തീയതി ചേർന്ന കേരളത്തിലെ മന്ത്രിസഭാ യോഗം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ആ മന്ത്രിസഭയുടെ യോഗമാണ് ഈ കൊച്ചി മെട്രോ സംബന്ധിച്ചുള്ള ഒരു സാധ്യതാ പഠനത്തിന് വേണ്ടി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അതിനായി റൈറ്റ്സിനെ ഏൽപ്പിക്കുന്ന റെയിൽ ഇന്ത്യ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് സർവീസസിനെ ആദ്യമായി ഏൽപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ നമ്മളൊരു അടിസ്ഥാന ശില എന്ന് പറയാവുന്നത്. അതിനു മുമ്പ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം ഒരു പൊതുസമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ പ്രമുഖരായിട്ടുള്ളവരും മാധ്യമപ്രവർത്തകരും കൊച്ചിയിലെ വിവിധ ജനപ്രതിനിധികളും ഒക്കെ അതിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവികസന സങ്കല്പത്തിൽ നമ്മളെല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് നേടുന്നതായിട്ടുള്ള അഭിമാനകരമായ ഒരു മുഹൂർത്തം. ആദരണീയനായ പ്രധാനമന്ത്രി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ കേരളീയർ ഇതിനെ എത്രമാത്രം അഭിമാനത്തോടെയും എത്രമാത്രം പ്രാധാന്യത്തോടെയുമാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ്. ചില കാരണങ്ങളാലൊക്കെ തന്നെ ഇത് വൈകിപ്പോയിട്ടുണ്ട്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. കുറച്ചുകൂടി നേരത്തെ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. അതിപ്പോൾ DMRCയുടേതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മ കൊണ്ട്, കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അവരുടേതായിട്ടുള്ളൊരു അവധാനത കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. ഭരണതലത്തിൽ ചില കാര്യങ്ങളിൽ എടുക്കേണ്ടിയിരുന്ന കാര്യങ്ങളിൽ അതിലുണ്ടായ ചില കാര്യങ്ങളിലൊക്കെ ഉള്ള ചില സംശയങ്ങളും അത്തരത്തിലുള്ള ചില വിഷയങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാവരുടെയും അഭിമാനത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ശരി, ഇതാണ് ഡോക്ടർ എ സമ്പത്തിന് പറയാനുള്ളത്. CPM-ൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കാഴ്ചപ്പാടിന് ഇതിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കളുടെ പ്രസ്ഥാനം എങ്ങനെ കാണുന്നു, പ്രതിപക്ഷവും എങ്ങനെ കാണുന്നു കൊച്ചി മെട്രോ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന്? ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്നയാളാണ്. വിദ്യാർത്ഥി കാലം തൊട്ടിപ്പോൾ ഞാൻ കൊച്ചിയിൽ തേവര സ്കൂളിൽ പഠനം ആരംഭിച്ച ആളാണ്. അന്നുള്ള എറണാകുളം എൻ്റെ മനസ്സിലുണ്ട്, കൊച്ചി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള കൊച്ചിക്ക് വന്ന മാറ്റങ്ങൾ, ഷിപ്പ്യാർഡ് വരുന്നതിന് മുമ്പ് ഫോർഷോർ റോഡ് വെണ്ടിരുത്തി പാലമ്പരം ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ അതിൽ നടന്നു പോകുമായിരുന്നു, സൈക്കിളിൽ പോകുമായിരുന്നു. ഓൾഡ് തേവർ റോഡ് ഇന്ന് അത് ഷിപ്പ്യാർഡിൻ്റെ അകത്തായി കഴിഞ്ഞിരിക്കുന്നു. പഴയ MG റോഡ് പോലും ഇന്ന് ഷിപ്പ്യാർഡിൻ്റെ അകത്താണ്. അങ്ങനെ വന്ന വലിയ മാറ്റങ്ങൾ കണ്ട് കൊച്ചിയിൽ ജീവിക്കുന്ന ഒരു ആളെന്ന് എനിക്ക് കൊച്ചിയുടെ ഏറ്റവും അഭിമാനകരമായ ഈ മെട്രോ അത് കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും ജനപ്രതിനിധിയായിരുന്നപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ചെറിയ തോതെങ്കിലും അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതിൽ അഭിമാനിക്കുന്ന, സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ശരി, ഞാൻ അവകാശവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് കാര്യങ്ങൾ നടന്നല്ലോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, 2012 മാർച്ച് 22-ാം തീയതിയാണ് അന്നത്തെ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് പബ്ലിക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്രൂവൽ കിട്ടുന്നത്. ജൂലൈ 12, 2012 സെൻട്രൽ ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടുവാണ്. സെപ്റ്റംബർ 2012 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കല്ലിട്ടത്.
അതിനുശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് പോകുന്നത്. DMRCയുമായി എൻ്റെ അഗ്രിമെൻ്റ് ഒപ്പുവെക്കുന്നത് 2013 ഏപ്രിൽ 4-ാം തീയതിയാണ്. അന്ന് തൊട്ട് ശ്രീധരൻ്റെ കൂടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ശരി, ഇത് ഒരു ചെറിയ പോർഷൻ മാത്രമാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, കുറച്ചുകൂടെ ഉത്സാഹിച്ചിരുന്നെങ്കിൽ എറണാകുളം മഹാരാജാസ് കോളേജ് വരെ ഇത് എത്തിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ താമസിക്കുന്ന എളംകുളത്തൂടെ വർക്ക് നടന്നിട്ട് എനിക്ക് എളംകുളം പ്രപ്പോസ് സ്റ്റേഷൻ 5 മിനിറ്റ് എൻ്റെ വീടിനുള്ളൂ. വീട് നോക്കിയാൽ ഈ മെട്രോ പോകുന്നത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും എറണാകുളത്ത് താമസിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനവും അതോടൊപ്പം തന്നെ ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു തിലകക്കുറിയായി സംരംഭം മാറിയിരിക്കുക. ഇതൊരു കാര്യം പറയേണ്ടത്, ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണേണ്ട ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വലിയ പങ്കിനകത്ത് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും ക്ലെയിം പറയാൻ പോകുമ്പോഴാണ് തർക്കങ്ങൾ വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെൻറ് നല്ല 50% ഷെയർ അവരെയാണ് കമ്പനിയുടെ. മറ്റേ KMRലെ പകുതി അവരെടുക്കും, മെട്രോയ്ക്ക് അവർ എടുക്കുന്നു. DMRCയുടെ പങ്ക് വലുതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് മാത്രമല്ല, ഹർത്താലുകളും സമരങ്ങളും വരുമ്പോഴൊക്കെ തന്നെയും ഈ മെട്രോയുടെ വർക്കിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മിക്കവാറും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അടുത്ത ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ഇത് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ തന്നെ പേട്ടയിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം തൃപ്പൂണിത്തുറയ്ക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കാക്കനാടേക്ക് നീടുന്ന കേരള ഗവൺമെൻറ് ഈ അടുത്ത കാലത്താണ് അവർ ക്യാബിനറ്റ് കൂടി അതിൻ്റെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അതുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അതിൻ്റെ കൂടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ആദ്യഘട്ട മെട്രോയുടെ പ്രവർത്തനം അല്ലെങ്കിൽ കവറേജ് ഏരിയ അത് പ്രയോജനകരമാവൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ തലേനാൾ രാത്രിയിൽ എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് കാഴ്ചപ്പാട്? കേരളത്തെ സംബന്ധിച്ച് ഇന്നെങ്കിലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുക എന്നുള്ളത് തികച്ചും അഭിമാനകരമാണ്. ഭാരതത്തിന്റെ ഇതര നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വളരെയേറെ കൂടുതൽ വികസന സാധ്യതയുള്ള സമൂഹം അധിവസിക്കുന്ന പ്രദേശമാണ് കേരളം. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാം ഈ വികസന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി എന്ന യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ സ്വപ്നത്തിലെ മെട്രോ പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ലെങ്കിലും അതിന്റെ ഒരു ഭാഗമെങ്കിലും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ യാഥാർത്ഥ്യമാക്കാൻ ഇതിനോടകം കഴിഞ്ഞതും അത് ആരംഭിക്കാൻ കഴിയുന്നതും ഇന്നത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ തികച്ചും അഭിമാനകരമാണ്. കാരണം നമുക്കറിയാം, മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പദ്ധതികളെ പലപ്പോഴും പ്രതികൂല മനോഭാവത്തോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഒട്ടേറെ കാര്യങ്ങളിൽ കേരളത്തിലുള്ളത്. അപ്പൊ അതിനിടയിൽ ഈ തരത്തിൽ ഒരു വികസന പദ്ധതി അല്ലെങ്കിൽ സമൂഹത്തിന് മുഴുവൻ ഗുണപരമായ ഒരു പദ്ധതി, മറ്റു പ്രദേശങ്ങളിൽ ഒട്ടേറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞ പദ്ധതി ഇന്നിപ്പോ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് അഭിമാനകരം തന്നെയാണ്. ഈ അവസരത്തിൽ ഇപ്പൊ കൊച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ക്ലീൻ സിറ്റികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു. ഒരു വർഷം മുമ്പ് ഭാരതത്തിലെ ക്ലീൻ സിറ്റികളുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് 7-ാമതോ 8-ാമതോ 9-ാമതോ 10-ൽ താഴെയുള്ള സ്ഥാനമുണ്ടായിരുന്ന നമ്മുടെ കൊച്ചി നഗരം അല്ലെങ്കിൽ കേരളത്തിലെ ചില നഗരങ്ങളൊക്കെ ഇന്നിപ്പോ 170, 180 എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ കാരണം ഈ കൊച്ചിയിൽ എന്തെങ്കിലും കൂടുതലായി ഡംപിങ് നടന്നു എന്നുള്ളതിനപ്പുറത്ത് മറ്റു പ്രദേശങ്ങൾ ആ കാര്യത്തിൽ പെട്ടെന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരുന്നത്. അപ്പോ ഭാരതത്തിൽ ആകെ ഉണ്ടാവുന്ന മാറ്റത്തിനനുസൃതമായ മാറ്റത്തിൽ നമുക്ക് എത്തിച്ചേരാൻ ഒരേ മനോഭാവത്തോടെ ഒരേ മനസ്സോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഭരണ നേതൃത്വവും ആ തരത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനതയും ആയി നമ്മളുടെ മനസ്സ് മാറേണ്ടതുണ്ട്. ആ മനസ്സിന്റെ മാറ്റത്തിനുള്ള തുടക്കമായി. കാരണം ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്ത് തികച്ചും അഭിമാനകരമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയെ കാണാൻ പോയ അബ്ദുള്ളക്കുട്ടിയെ പുറത്താക്കാനോ നടപടിയെടുക്കാനോ
തീരുമാനമെടുത്ത നാടാണ് കേരളം. അപ്പോ ഇന്നിപ്പോ നരേന്ദ്രമോദിക്ക് ഒപ്പം ഇരിക്കാൻ വേണ്ടി സീറ്റില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കം നടക്കുമ്പോൾ BJP-യെ സംബന്ധിച്ച് ആത്മവിശ്വാസവും അഭിമാനവും ഈ അവസരത്തിൽ വളരെ കൂടുതൽ. ഞാൻ തിരിച്ചു വരാം. ഈ സമയത്ത് ഞാൻ ഇടപെട്ടൊരു ചോദ്യത്തിലേക്ക് ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വിജയൻ ഉണ്ണി, താങ്കൾ കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഈ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നിമിഷത്തിൽ ഈ തലേദിവസത്തെ ചർച്ചയിൽ താങ്കൾക്ക് എന്താണ് പങ്കുവെക്കാനുള്ളത്? ഇപ്പോഴെങ്കിലും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വളരെ നല്ല കാര്യം എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം തോന്നുന്നത് പോലെ ഞാനും ആ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ്. വാസ്തവത്തിൽ കൊച്ചിയിലാണ് ഇത് തുടങ്ങിയെന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആയിരുന്നെങ്കിൽ ഇത് ഇത്രയും പോലും വേഗത്തിൽ നടപ്പാകുകയില്ലായിരുന്നു എന്നും പല പല പ്രതിബന്ധങ്ങളിൽ തട്ടിത്തടഞ്ഞ് ഇത് ഇപ്പോഴും ഒരു പക്ഷേ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കൊച്ചി നിവാസികളുടെ ഇതിനുള്ള സഹകരണം, കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം, ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്, രാഷ്ട്രീയ തലസ്ഥാനം എവിടെയാണെങ്കിലും. അപ്പോൾ അത് കൊച്ചിയിലെ ജനങ്ങളുടെയും കൊച്ചിയിലുള്ള പ്രൊഫഷണൽസിൻ്റെയൊക്കെ മനോഭാവവും സമീപനവും ഒക്കെ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ അവിടെ ഇത്രയധികം പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിശബ്ദമായിട്ടിരുന്ന് എന്ന് തന്നെ പറയാം, സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇത്രയും വലിയൊരു സ്വപ്ന പദ്ധതി നടപ്പിലാകുന്നതിന് ഞങ്ങൾ അതെല്ലാം സഹിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു സന്മനസ്സോടുകൂടി സന്നദ്ധതയോടുകൂടി മുന്നോട്ട് വന്നുകൊണ്ടുകൂടിയാണ് 4 വർഷം കൊണ്ടെങ്കിലും ഇത് പൂർത്തിയായത്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത് ഒരു നല്ല തീരുമാനമായിരുന്നു എന്ന് ഹൈൻസൈഡിൽ പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ ആയിട്ട് മാറി. ശരിയായിട്ടുള്ള മെട്രോ നടപ്പിലാവില്ല അവിടെ എന്നുള്ള നിലയ്ക്ക് ലൈറ്റ് മെട്രോ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ വലിപ്പവും കപ്പാസിറ്റിയും എല്ലാം വളരെ കുറഞ്ഞു. പക്ഷേ അതും ഇപ്പോഴെവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ കോഴിക്കോട് വാസ്തവത്തിൽ മറ്റ് സംസ്ഥാനത്തിൽ ഏത് പട്ടണത്തെക്കാളും കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദേശീയപാതയിൽ കൂടി യാത്ര ചെയ്യുക പോലും ദുഷ്കരമാണ് ആ പ്രദേശത്ത്. അപ്പോൾ അവിടെയൊക്കെ വാസ്തവത്തിൽ ഇതിനേക്കാളും മുമ്പ് തന്നെ വരേണ്ടതായിരുന്നു മെട്രോ. തിരുവനന്തപുരത്തും അതുപോലെ തന്നെയാണ് ഇതിനു മുമ്പ് വരേണ്ട തലസ്ഥാന നഗരി. പക്ഷേ അതെല്ലാം തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് വളരെ ഖേദകരമായിട്ടൊരു വസ്തുതയാണ്. പിന്നെ ഇത് അല്പം താമസിച്ചെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മറ്റ് വികസന പദ്ധതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ താമസം അത്രയധികം ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഒരേ ഒരു സമാശ്വസിക്കാനുള്ള ഒരേ ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമൊക്കെ തീർച്ചയായിട്ടും വളരെ വിശാലമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമന്ത്രിയെ തന്നെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനം സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിന് തയ്യാറായി എന്നുള്ളതൊരു കാര്യം. അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പിൽ ഇതിപ്പം ബാക്കിയുള്ളവരെല്ലാം പ്രസംഗിച്ചിട്ട് പോകും, പക്ഷേ നടത്തിപ്പ് ചെയ്യേണ്ടത് അതിനുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവിടെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം തന്നെ സർവീസിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം തന്നെ തുടരുന്നത് കാരണം അവിടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തടസ്സവുമില്ലാതെ തന്നെ മുമ്പേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അനുഭവ സമ്പത്തും പരിചയവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് സാങ്കേതികമായിട്ട് ആളെ പോയിട്ട് പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആ സമയത്തൊക്കെ നിയമിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം വീണ്ടും അവതാളത്തിലാകുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൂടി ഇതിന് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. ആ നിലയ്ക്ക് അത് ഇപ്പം പാരലായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചെന്നൈ മെട്രോയുടെ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അവരുടെ തന്നെ ഒരു സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പണിയും പൂർത്തിയായിട്ട് മെട്രോ ഓടാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് അത് ചുരുങ്ങിയത് 3 മാസത്തേക്ക് നീട്ടിവെക്കണം എന്ന ഒരു ഏകാധിപത്യപരമായിട്ടൊരു തീരുമാനം എടുത്തു എന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഒരു കേസും അത് സുപ്രീം കോടതിയിലൊക്കെ തീരുമാനമാകുന്നത് ആ 3 മാസം കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം താൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം താൻ തിരിച്ചു വന്നതിന് ശേഷം മതി എന്നുള്ള നിലയ്ക്ക് ആ തരത്തിലുള്ള ഒരു താല്പര്യത്തോടു കൂടിയിട്ട് 3 മാസം നീട്ടിവെക്കുകയും ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനമില്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതൊന്നും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഇപ്പോൾ അധികം താമസിക്കാതെ തന്നെ ഒരു പക്ഷേ ഒരു മാസം മുമ്പ് ഇത് ഓടുമായിരുന്നിരിക്കാം.
അധികം താമസിക്കാതെ തന്നെ നടപ്പിൽ വരണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മുമ്പ് തന്നെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം എപ്പോഴും വേണമെങ്കിലും ആവാം, ഭംഗിയായിട്ട് നടത്താം. പക്ഷേ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഈ പരിശോധനകൾ, സുരക്ഷാ പരിശോധനകളൊക്കെ തീർന്ന് ഗതാഗത യോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടിയിരുന്നതാണ് എൻ്റെ അഭിപ്രായം. അത് വളരെയധികം കാലതാമസമില്ലാതെ മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണ്. ഇനിയും അതുപോലുള്ള സമീപനം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ശ്രീ എലിയസ് ജോൺ, ഈ ഒന്നാം ഘട്ടത്തിൽ താങ്കളിലേക്കാണ് ഞാൻ അവസാനം വരുന്നതെങ്കിലും രണ്ടാം ഘട്ട ചർച്ചയുടെ തുടക്കമായിട്ട്, രണ്ടാമത് ഈ പാനലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു തുടക്കമായിട്ടാണ് ഈ ചോദ്യത്തെ താങ്കൾ എടുക്കേണ്ടതെന്നാണ്. അതായത് ഈ കൊച്ചി മെട്രോയുടെ ആശംസകൾ നേരുന്നതിനുള്ള അവകാശം താങ്കൾക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ കൊച്ചി മെട്രോ ഈ ആശംസകൾക്ക് മാത്രം വിധേയമാകേണ്ട ഒരു ഘട്ടമാണോ നമ്മൾ ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം? ആശങ്കകൾ കൂടി ഇതിനകത്ത് പങ്കുവെക്കുന്നവരുണ്ടല്ലോ, അത് താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ആശങ്കകളും മുന്നോട്ട് നോക്കുമ്പോഴുള്ള ആശങ്കകളും? എനിക്ക് 3 പേരും സംസാരിച്ചത് കഴിഞ്ഞ ചരിത്രവും ഓർമ്മകളും ഒക്കെ പറഞ്ഞു, ഭരണ നടപടികൾ ഒക്കെ വിജയനുണ്ണി സാറും പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഏകദേശം 5500 കോടി രൂപയോളം നിക്ഷേപിക്കുന്ന ഒരു പദ്ധതി, അതിവിടുത്തെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ വിയർപ്പിൻ്റെ ഓഹരി ആ പദ്ധതിയിൽ വരുമ്പോൾ അതെന്തുമാത്രം അവരുടെ മൂല്യം, ഇക്കണോമിക് മൂല്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വർദ്ധിപ്പിക്കാൻ ആ പദ്ധതി ഉപയോഗപ്പെടുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ തന്നെയുള്ള വല്ലാർപാടം പദ്ധതി, റെയിൽവേയുടെ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്ന്, ആഴ്ചയിലൊരു ട്രെയിൻ കടന്നു പോകുന്ന ഒരു പോർട്ടിൻ്റെ അവസ്ഥ. നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, കൊച്ചി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അഭിമാന നഗരങ്ങളിലൊന്ന്, ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി ഡിസ്പ്ലേസ് ചെയ്യുന്ന ജനവിഭാഗം, ഒരുപക്ഷെ രാവിലെ ജോലിക്ക് പോകുന്ന ആളുകൾ ആലുവയിൽ നിന്ന് കയറി പാലേരുവട്ടം വഴി MG റോഡ് വഴി പൂർത്തിയാകുന്ന സമയത്ത് പേട്ട, തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ പോയേക്കാം. പക്ഷെ അത് കഴിയുമ്പോൾ, രാവിലത്തെ ആ ഒരു ഹെവി ട്രാഫിക് കഴിയുമ്പോൾ പിന്നെ ഈ മെട്രോയുടെ ഉപയോഗം എന്തായിരിക്കും? വൈകുന്നേരവും അതുപോലൊരു ഹെവി ട്രാഫിക് ഒരു പക്ഷേ കണ്ടേക്കാം. വളരെ വളരെ ഇടുങ്ങിയ റോഡുകളിൽ തൽക്കാലം നമുക്കതൊരു വലിയ ആശ്വാസമായിട്ട് അനുഭവപ്പെടുകയും ഈ ഒരു മാസ് ട്രാൻസ്പോർട്ട് എന്നുള്ള കൺസെപ്റ്റ് തീർച്ചയായും ലോകം മുഴുവൻ ഇപ്പോൾ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ ദുബായ് മെട്രോ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു മാതൃകയായിട്ട് നമ്മൾ മെട്രോ നമുക്ക് വേണമെന്ന് തോന്നാൻ കാര്യം. ദുബായ് മെട്രോ എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഷാർജ, ഗിസൈസ് എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകളെ കൂട്ടത്തോടു കൂടി അവരുടെ ഏറ്റവും വലിയ തൊഴിൽ കേന്ദ്രമായ ജബലാലിയിലോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവർ നിലവിൽ ട്രാഫിക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കുരുങ്ങിക്കിടന്നൊരു സാഹചര്യത്തിലാണ് ദുബായ് മെട്രോ രൂപം കൊള്ളുകയും പൂർത്തിയാക്കുകയും ചെയ്തത്. അപ്പോൾ അത് അവിടുത്തെ ഒരു തൊഴിൽ സേനയെ, അവരുടെ ജീവിതത്തെ, അവരുടെ തൊഴിൽ സംസ്കാരത്തെ ലഘൂകരിക്കുവാൻ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനൊക്കെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ദുബായ് മെട്രോ പൂർത്തിയാക്കിയതെങ്കിൽ ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലോട്ട് ഏത് ജനവിഭാഗത്തെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? തൃപ്പൂണിത്തുറയിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ഗവൺമെൻറ് ഡോക്ടർ ഐസക്കിൻ്റെ ബജറ്റിൽ തൃപ്പൂണിത്തുറയിൽ ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്തരമൊരു ഇൻഡസ്ട്രിയുടെ വികസനം 1500 കോടിയോളം രൂപ അമ്പലമുക്ക് FACTയുടെ ലാൻഡ് എടുത്തുകൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. ഇതൊരു കേരളത്തിൻ്റെ വ്യവസായവൽക്കരണത്തിന് വളരെയധികം ആക്കം കൂട്ടിയ ഒരു പദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയേക്കും. നിലവിൽ അത്തരം ഒരു വലിയ ദർശനമൊന്നും മെട്രോയുമായി ബന്ധപ്പെട്ട് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നത് കാണുന്നില്ല. ഈ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്യുന്നത്, ജാപ്പനീസ് ഗവൺമെൻറ് ജാക്കയുടെയും നമ്മുടെ ഫ്രാൻസിൻ്റെയും. എങ്ങനെയാണ് ആ രാജ്യങ്ങൾക്ക് ഈ കുറഞ്ഞ പലിശ നിരക്കിൽ 1.5%, 2%ഒക്കെ കുറഞ്ഞ നിരക്കിൽ എങ്ങനെയാണ് അവർക്ക് ഇതുപോലുള്ള പദ്ധതികൾക്ക് ഫൈനാൻസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അവർ അത്തരം സാമ്പത്തിക വളർച്ച നേടി അവർക്ക് അവരുടെ ഡെറ്റ് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ലോകം മുഴുവൻ ശ്രമിക്കുകയാണ്. സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 1.5 ആയാലും 2 ആയാലും അവർക്ക് കിട്ടുന്നത് ഒരു ലാഭം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത്തരം രാജ്യങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അത് ഈ പറയുന്ന പുതിയ നിക്ഷേപത്തിലൂടെയും പുതിയ വ്യവസായവൽക്കരണത്തിലൂടെയും ഒക്കെയാണ് അത്തരം ബാലൻസ് ഷീറ്റിൽ അവർക്ക് കൂടുതൽ പണം മറ്റു രാജ്യങ്ങളിൽ നിക്ഷേപിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഭരണകൂടങ്ങൾ അത്തരത്തിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് വർദ്ധിപ്പിക്കുവാനോ അതുപോലെ നമുക്ക് മിച്ച ഫണ്ട് ശേഖരിക്കുവാനോ കഴിയുന്ന തരത്തിൽ
ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു കാണുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഒരു വസ്തുത. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ഏലിയാസ് ജോൺ. ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ്. പക്ഷെ അതിന് മുൻപ് വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. നമ്മൾ ആശംസകൾ നേർന്നു, വളരെ സന്തോഷിക്കുന്നു. സ്വപ്ന പദ്ധതി തന്നെയാണ് ഇത്, നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ചും അതിനകത്ത് വലിയ സന്തോഷത്തിനുള്ള വകയുണ്ട് താനും. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച ഈ മെട്രോയുടെ ഉദ്ഘാടനം നാളെ നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്ന നാൾ വഴികൾ അങ്ങനെ പെട്ടെന്ന് താണ്ടി എത്തിയതല്ലല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടി. ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഫണ്ടിംഗ് ഒക്കെ നടത്തിയാണ് നമ്മൾ കൊണ്ടുവന്നാണ് ഇവിടെ ഇതൊക്കെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ, ഇത് അങ്ങനെ അല്ലാതെ ഒരു ഫണ്ടിങ്ങിലൂടെ, ഒരുപക്ഷെ സ്വകാര്യ ഫണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ പബ്ലിക് ഫണ്ട് ആണെങ്കിൽ തന്നെയും അതിൽ തന്നെ കമ്മീഷൻ എടുത്ത് പല പദ്ധതികളും മുടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലൊക്കെ പോകാമായിരുന്നു. അതിനൊക്കെ തടസ്സം പറയേണ്ടിടത്ത് തടസ്സം പറഞ്ഞ് ഇങ്ങനെ എത്തിയ ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതല്ലേ ഡോക്ടർ സമ്പത്ത്? ഡോക്ടർ ലാല് ചോദിച്ച ചോദ്യം അത് പ്രസക്തമാണ്. നമ്മളിപ്പോൾ ഈ നാളെ ഒരു നല്ല ചടങ്ങ്, ഒരു ശുഭമുഹൂർത്തം എന്നൊക്കെ മലയാളികൾ പറയുന്നത് പോലെ അത്തരം ഒരു ചടങ്ങിന് മുമ്പ് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു തർക്കത്തിലേക്ക് എന്തെങ്കിലും സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും നുള്ളി വേദനിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ പദ്ധതി 2006 തുടങ്ങി 2010 ആണ്ടോടുകൂടി അവസാനിപ്പിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അത് കഴിയാതെ പോയത് എന്ന് ചോദിച്ചാൽ, ഞാനത് പാർലമെൻറ്റ് അംഗം 2009 15 ലോക്സഭ കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെ പാർലമെൻറ്റ് അംഗങ്ങളായി വന്നവരാണ്. ഡൽഹിയിലെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഞാനിപ്പോൾ അത് മുഴുവൻ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഒരു എക്കണോമിക് വയബിലിറ്റിയെക്കുറിച്ചാണ് സംശയം ഉന്നയിച്ചത്. അങ്ങനെ എക്കണോമിക് വയബിലിറ്റിയെക്കുറിച്ച് സംശയം ഉന്നയിക്കുകയും കേരളത്തിലെ LDF ഗവൺമെൻറ് ഇത് പൊതുമേഖലയിലുള്ളൊരു സംരംഭമായിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അന്ന് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല, അന്ന് നീതി ആയോഗായി അത് മാറി. പ്ലാനിംഗ് കമ്മീഷൻ ആകട്ടെ ഇത് വാസ്തവത്തിലൊരു PPP മോഡിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ അത് സ്വകാര്യ സംരംഭകർക്ക് കൂടുതൽ അതിനകത്ത് പ്രാമുഖ്യം നൽകണം എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ ചർച്ചകളും ഇങ്ങനെയുള്ള സംവാദങ്ങളും എല്ലാം നടക്കുകയുണ്ടായി. ഞങ്ങൾ LDF UDF എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ ഞങ്ങൾ MP മാരായിട്ടുള്ളവരും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, അത് LDFൻ്റെ കാലത്ത് അതിലെ മന്ത്രിമാരും UDFൻ്റെ കാലത്ത് അവരുടെ മന്ത്രിമാരും ഒക്കെ തന്നെ അങ്ങനെ കേന്ദ്രമന്ത്രിമാരെ കണ്ട് പലതവണ ഞങ്ങൾ ഇക്കാര്യത്തിൻ്റെ സംഭാഷണങ്ങൾ നടത്തിയതാണ്. ഇത് വാസ്തവത്തിൽ അപ്പോൾ ഇത് ഈ ചെന്നൈ മെട്രോയുടെ കാര്യം ഇവിടെ പറഞ്ഞു, ഇപ്പോൾ വിജയനുണ്ണി സാർ നേരത്തെ പറഞ്ഞതിൻ്റെ ഇത് ഏത് മോഡലിൽ വേണമെന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ ഒരു കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിച്ചത് ഡൽഹി മെട്രോ കോർപ്പറേഷൻ്റെ DMRCയുടെ ഒരു പങ്കുണ്ട്. DMRCക്ക് ഭാഗ്യവശാൽ അതിൻ്റെ MD ആയും അതിൽ ഇന്ത്യയുടെ റെയിൽ മാൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് ശ്രീധരൻ സാറിൻ്റെ പേരെല്ലാം ആ വിധത്തിലെല്ലാം വന്നു എന്ന് പറയുന്നത് സമയബന്ധിതമായി ആ പണി പൂർത്തിയാക്കിയത് കൊണ്ടാണ്. ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം, അത് പണികളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് താഴെ തട്ടിലുള്ള തൊഴിലാളികളെ വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സ്ഥലത്ത് പോയി ഏറ്റവും തലപ്പത്തുള്ള മനുഷ്യൻ, അതിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി ഏറ്റവും താഴെത്തട്ടിലെ തൊഴിലാളികളോടൊപ്പം നിന്ന് അവിടെ അവരുടെ പ്രശ്നങ്ങളടക്കം മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തത് സമയബന്ധിതമായി പൂർത്തിയാക്കിയതിൻ്റെ ഒരു ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ഈ KMRLൻ്റെ ഒരു കാര്യത്തിൽ ഞാനത് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2012 വർഷത്തിൽ ഓഗസ്റ്റ് 14 അന്നത്തെ കേരള മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. അത് ഈ KMRLൻ്റെ ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. വാസ്തവത്തിൽ അന്ന് മാനേജിംഗ് ഡയറക്ടറായി, ഇന്നിപ്പോൾ ശ്രീ ഏലിയാസ് ജോർജിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹത്തെ ആ വിധത്തിൽ അങ്ങനെ പവർ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ഇതിൻ്റെ MD ആയി കൊണ്ടുവന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടി. ഇല്ലെങ്കിൽ മറ്റു ചില വിവാദങ്ങളൊക്കെ ആ സമയത്തുണ്ടായതാണ്, നമുക്ക് ചിലർക്കെല്ലാം അത് അറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള പങ്ക്
ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിഞ്ഞു. ഇവിടെ വേറൊരു കാര്യം, ഈ ഗ്ലോബൽ ടെൻഡർ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, എറണാകുളത്ത് തന്നെ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ ഒരു മന്ത്രി, അദ്ദേഹം ഇക്കാര്യത്തിൽ വല്ലാതെ ശാഠ്യം പിടിച്ചത് ഗ്ലോബൽ ടെൻഡറിന് വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ DMRCയുടെ മേൽനോട്ടത്തിൽ DMRC ഇക്കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നതും, അത് നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനും DMRCയും തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ ഒരുപാട് നടക്കുകയുണ്ടായി. DMRC ഇത് ഏറ്റെടുക്കുന്നതും ഇത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ശ്രീ ഏലിയാസ് ജോൺ സൂചിപ്പിച്ചതുപോലെ ഫ്രഞ്ച് ജാപ്പനീസ് സഹായങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതിൽ ജിക്കയുടെ ചെയർമാൻ തന്നെ, ജാപ്പനീസ് സഹായം നമുക്ക് നൽകുന്ന ആ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന അവരുടെ അധ്യക്ഷൻ തന്നെ ഈ DMRCയുടേതായിട്ടുള്ള റോളിനെ കുറിച്ചും അവരുടെ ആ ഒരു പ്രസ്റ്റീജിയസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. അത് വാസ്തവത്തിൽ അവർ ഇക്കാര്യത്തിൽ വന്നതുകൊണ്ടും ശ്രീധരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും കേരളീയ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും സഹകരണവും, അതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർ എല്ലാവരും ഇക്കാര്യത്തിൽ വലിയ സഹായം നൽകിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു തിരുവനന്തപുരംകാരനാണ്, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഉള്ള തലസ്ഥാനവാസികളായിട്ടുള്ളവരും അവിടെ ഇത്തരം കാര്യങ്ങളിൽ കൊച്ചിക്കാരെ കണ്ട് പഠിക്കട്ടെ എന്നൊരു ഉപദേശം അങ്ങനെ വന്നാൽ അത് തിരുവനന്തപുരംകാർ ഉൾക്കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ വേളയിൽ പറയാനുള്ളൂ. തിരുവനന്തപുരത്തും കോഴിക്കോടും അത് ലൈറ്റ് മെട്രോ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതിൻ്റെ നടപടികളും ഇപ്പോഴത്തെ കേരള സംസ്ഥാന ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ ഈ ശ്രീധരൻ സാറിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ട കോഴിക്കോടും തിരുവനന്തപുരത്തെ മേയർമാരും MP-മാരും MLA-മാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള യോഗം അത് നടക്കുകയുണ്ടായി. അത് എന്തായാലും ഒരു ലൈറ്റ് മെട്രോ പ്രോജക്റ്റായി ചെയ്യാനായി കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അതിലേക്ക് വരാം. ശ്രീ ഡോക്ടർ സമ്പത്ത്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിന് മുൻപ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ചോദിക്കേണ്ട ചോദ്യവും ഇപ്പോൾ ഡോക്ടർ സമ്പത്തും പലരും ചൂണ്ടിക്കാട്ടിയതും കഴിഞ്ഞ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതും ഈ ശ്രീധരൻ്റെ റോളാണ്. ഈ ശ്രീധരനും DMRCയും എങ്ങനെയാണ് കൊച്ചി മെട്രോയിലേക്ക് എത്തിയത് എന്നുള്ളത് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദിനോട് ഈ ശ്രീധരൻ തന്നെ പറഞ്ഞത് ഒരു സ്റ്റോറിയായി നമുക്കിപ്പോൾ കാണിക്കാനുണ്ട്. അതിലേക്ക് പോയിട്ട് ഇടവേളയ്ക്ക് ശേഷം ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് എത്താം. കൊച്ചി മെട്രോ നിർമ്മാണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്നത്തെ KMRL MD ടോം ജോസ് DMRCയെയും ശ്രീധരനെയും മാറ്റി നിർത്താൻ തീരുമാനിച്ചപ്പോഴായിരുന്നു ഇടതുപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അന്ന് ഇടതുപക്ഷം തീർത്ത മനുഷ്യചങ്ങലയുടെയും പ്രതിഷേധങ്ങളുടെയും അനന്തരഫലം കൂടിയായിരുന്നു ശ്രീധരൻ കൊച്ചി മെട്രോയുടെ ഉപദേശകനായി എത്തിയതും. ഇന്ന് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ അന്നത്തെ പ്രതിഷേധം എന്തിനായിരുന്നുവെന്ന് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് അദ്ദേഹം മനസ്സ് തുറന്നു. രാജീവാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യചങ്ങല സംഘടിപ്പിച്ച്. അന്ന് ഞാൻ അത്രയ്ക്ക് അപ്രൂവ് ചെയ്തിരുന്നില്ല, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത് അത് നടന്നില്ലെങ്കിൽ അന്ന് DMRC ഇത് കിട്ടില്ലായിരുന്നു. മെട്രോയ്ക്കായി നടത്തിയ പ്രതിഷേധങ്ങളെ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവും പ്രതികരിച്ചു. ശ്രീധരൻ ഒഴിവാക്കുന്നതിന് വേണ്ടി DMRC ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ നീക്കം നടന്നു. അതിനെതിരെ വമ്പിച്ച ജനകീയ സമ്മർദ്ദം കേരളത്തിലും കൊച്ചിയിലും ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും DMRC ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർബന്ധിതമായത്. അതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ സമയബന്ധിതമായി അഴിമതിരഹിതമായി പൂർത്തീകരിച്ചത്. DMRC ഓഫീസിൽ നേരിട്ടെത്തിയായിരുന്നു P. രാജീവ് അദ്ദേഹത്തെ അഭിനന്ദിച്ചത്. തുടർന്ന് ഈ ശ്രീധരന് ഉപഹാരവും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്തുകൊണ്ടാണ് ഈ ശ്രീധരൻ ഒഴിവാക്കപ്പെടാൻ ഉള്ള ഒരു കാരണം ഉണ്ടായത്? ഇപ്പോൾ ആരെയും നുള്ളി നോവിക്കാനല്ല ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ, പക്ഷേ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ ഘട്ടങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അതിന് മറുപടി പറയും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നുള്ളി നോവിക്കലല്ല, പക്ഷേ നമ്മൾ ഈ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനങ്ങൾ തന്നെ മറന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ശ്രീധരൻ പോലും ഈ രീതിയിൽ തുറന്നു പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ശ്രീധരൻ വന്നു എന്നുള്ളത് താങ്കൾക്കും ഓർക്കാനാകും. അതുപോലെ തന്നെ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച 2012 ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ പബ്ലിക് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് യാഥാർത്ഥ്യമാക്കിയത്, അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്തത്. പക്ഷേ 2012 വരെ 2004 മുതൽ ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആയിരുന്നു പ്രധാനമന്ത്രി. എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നുള്ളതും ചർച്ചാ വിഷയമല്ലേ? ഏതായാലും ലാലിന്ന് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ഈ ഒരു വിഷയം കൂടെ എടുത്തിടാൻ വേണ്ടിയാണ്. ഏതായാലും നന്നായി, ഞാൻ മറുപടി പറയാം. ഈ ശ്രീധരനും
DMRCയും കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നിർബന്ധ ബുദ്ധി തന്നെയായിരുന്നു. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് DMRC എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഡൽഹി ഗവൺമെൻറ്റിൻ്റെയും ഇക്വിറ്റി ഷെയറുള്ള കമ്പനിയാണ്. അന്ന് ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് ഒരു തരത്തിലും DMRC ഇങ്ങോട്ട് അയക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അന്ന് ഡൽഹി ഇലക്ഷനിലേക്ക് അവർ പോവുകയാണ്. അവർ തന്നെ പറഞ്ഞു അവരുടെ തന്നെ ഒത്തിരിയേറെ അന്ന് 60 കിലോമീറ്റർ പണി പൂർത്തിയാക്കണം, മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവരെ വിടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ദൗർഭാഗ്യകരമായൊരു കാര്യം, ഈ ശ്രീധരനോട് ഡൽഹിയിലെ IAS ലോബിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രം അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആവശ്യപ്പെട്ടെന്താ, DMRCയും വരണം, അതോടൊപ്പം ശ്രീധരനെ കൺസൾട്ടൻ്റാക്കി വെക്കണം. അതിന് അവസാനം കമൽനാഥ് എന്ന് പറയുന്ന നഗരവികസന മന്ത്രിയുണ്ട്, അദ്ദേഹം ഇടപെടുകയും ആൻ്റണി ഉൾപ്പെടെ വയലാറി ഉൾപ്പെടെ ശീലാ ദീക്ഷിതിനെയും അതുപോലെ കമൽനാഥനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി DMRC വരുന്നത്. അതല്ലാതെ രാജീവും ഇടതുപക്ഷവും ബഹളം ഉണ്ടാക്കി മാത്രം അവർ വരുമോ? ഇല്ലല്ലോ. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA ഗവൺമെൻറ്റാണ്, കേരളത്തിലെ UDF ഗവൺമെൻറ്റാണ്. അങ്ങനെയുള്ളൊരു ഇക്വേഷൻ വെച്ച ഒരു പ്രഷറിട്ട് കൂടെ തന്നെയാണ് ശ്രീധരൻ ഉൾപ്പെടെയുള്ള DMRC. അന്ന് ഇപ്പോഴും അദ്ദേഹം അവിടെ ഔദ്യോഗിക രംഗത്തിലില്ല. റിട്ടയർമെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ DMRCക്ക് അദ്ദേഹം താല്പര്യം ഡൊമിനിക് പ്രസന്റേഷൻ ഈ ഘട്ടത്തിൽ ഡോക്ടർ സമ്പത്ത് ഒന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ഇടപെടാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിഷേധിക്കുകയോ അല്ല അദ്ദേഹത്തിനോട് എന്തെങ്കിലും ആ കാര്യത്തിൻ്റെ ഒരു തർക്കത്തിന് പോവുകയോ അല്ല. വാസ്തവത്തിൽ UDF ഗവൺമെൻറ് എടുത്ത നിലപാട് എന്തായിരുന്നു? UDF ഗവൺമെൻറ് എടുത്ത നിലപാട് എന്നത് ഇത് പൊതുമേഖലയിൽ അത് നമ്മൾ കേരളം ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു പൊതുമേഖലയിലും ഗവൺമെൻറ്റുകളുടെ ഇടപെടലും അത്തരം കാര്യങ്ങളാണ്. അതായിരുന്നില്ല വാസ്തവത്തിൽ അന്ന് UDF ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നേതൃത്വം. അതിൽ ഞാനൊരു മന്ത്രിയുടെ പേര് പറഞ്ഞില്ല, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമതൊരു കാര്യം, കേരളത്തിൽ നിന്ന് ഇതിപ്പോൾ ഡൽഹിയിലെ IAS ലോബിക്ക് മാത്രമല്ല, കേരളത്തിലെ തന്നെ ചില നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ DMRC വരാതിരിക്കുന്നതിന് വേണ്ടിയും അതിൽ ശ്രീധരൻ ഒരു കാരണവശാലും കേരളത്തിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയും DMRCയുടെ തന്നെ തലപ്പത്തുള്ള ചില ഉദ്യോഗസ്ഥരെ കാണുന്നതിന് വേണ്ടി അത്തരത്തിൽ ഡൽഹിയിലേക്ക് എത്തി. വാസ്തവത്തിൽ അവരെ അധികാരപ്പെടുത്താത്ത ചുമതലപ്പെടുത്താത്തതായ ഒരു കാര്യത്തിന് വേണ്ടി അത്തരത്തിൽ ഡൽഹിയിലേക്ക് എത്തി. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇവിടെ അല്പം മുമ്പ് മുൻ രാജ്യസഭാ അംഗമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് P. രാജീവിൻ്റേതായിട്ടുള്ള അദ്ദേഹം ശ്രീധരനെ പോയി കണ്ടതും അദ്ദേഹത്തെ അഭിനന്ദിച്ചതുമായിട്ടുള്ളൊരു ക്ലിപ്പിങ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ബൈറ്റ് ഇപ്പോൾ ഇവിടെ കാണിക്കുകയുണ്ടായി. ഒരു പാർലമെൻ്ററി കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് ഞങ്ങൾ അത് ഉത്തരേന്ത്യയിൽ പലയിടത്തുമായിരുന്നു. അതിൻ്റെ സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡൽഹിയിലെത്തി. സാധാരണഗതിയിൽ ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അല്ലാതെ മറ്റ് ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിൽ MP-മാരൊന്നും അങ്ങനെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുമെന്നുള്ളത് വളരെ വിരളമാണ്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ വിമാനത്താവളത്തിൽ വെച്ച് അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഇടയിലായിപ്പോയി. അദ്ദേഹത്തിൻ്റെ വേവലാതിയും എപ്രാളോ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തിനായിരുന്നു അദ്ദേഹം വന്നതെന്ന് വളരെ രഹസ്യമായിട്ടുള്ളൊരു സന്ദർശനമായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നടത്തിയത്. ഒരു കാരണവശാലും DMRCയുടെ പങ്കാളിത്തം ഉണ്ടാവാതിരിക്കുന്ന, അപ്പോൾ DMRCക്ക് പങ്കാളിത്തം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് DMRC പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരി, സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഒന്ന് ഇടപെടുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയ കാര്യം അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയോട് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും ചോദിച്ചതാണ്. ഇവിടുത്തെ ചില IAS ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ശ്രീധരൻ വേണ്ട എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് കത്ത് എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചതാണ്. അത് പലതവണ അദ്ദേഹം അത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ കൃത്യമായ ഉത്തരം ഒരിക്കലും ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ലാല, ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ചർച്ചയുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു കാര്യം പറയാം, ഉമ്മൻചാണ്ടിയും കേരള ഗവൺമെന്റും വിചാരിച്ചില്ലെങ്കിൽ ശ്രീധരൻ വരും അങ്ങോട്ട്. അന്ന് ഭരിക്കുന്നത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ വരണ്ട, അല്ലാതെ എന്താ എന്ത് മനുഷ്യച്ചങ്ങല? അതൊന്നും ഒരു പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് ഇപ്പോൾ വലിയ ചങ്ങല ഉണ്ടാക്കിയുള്ള കേന്ദ്ര ഗവൺമെന്റ് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ LDF ഗവൺമെന്റ് വലിയ അങ്ങനെ ഉണ്ടാക്കിയാലേ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർ, താങ്കൾ പോലും വിശ്വസിക്കുന്നുണ്ടല്ലോ ചില IASകാർക്ക് ചില പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും അന്നത്തെ ഗവൺമെന്റും കൃത്യമായ നിലപാടെടുത്ത് നടപടികളെടുത്ത് മുന്നോട്ട് പോകാതിരുന്നത്? നടപടിയൊന്നും ഞങ്ങളല്ലേ കൊണ്ടുവന്നത്.
ശ്രീധരനെ കൊണ്ടുവന്നത്. പക്ഷേ അതിനെതിരായി നിന്നവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? കരാറുണ്ടാക്കി DMRC-യുമായിട്ട് എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല. 2013 ഏപ്രിൽ 4 DMRC KMRL കരാറുണ്ടാക്കി ശ്രീധരനെ കൺസൾട്ടന്റ് ആക്കി. അതല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത്? അല്ല ഏതെങ്കിലും IAS കത്തുകയെങ്കിൽ അയാളൊന്നും രംഗത്തില്ലല്ലോ. ഞങ്ങൾ തന്നെയല്ല ഏലിയാസ് ജോർജിനെ വെച്ചത്. ശ്രീ സമ്പത്ത് സംഭവിച്ചല്ലോ. ഞങ്ങളുടെ ഗവൺമെന്റ് ഏലിയാസ് ജോർജിനെ വെച്ചതും 2013 ഏപ്രിൽ 4 എഗ്രിമെന്റ് ഉണ്ടാക്കി DMRC. ഡോക്ടർ ലാൽ വേറൊന്നുമില്ല. നമുക്ക് ഏലിയാസ് ജോർജ് എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ഒരു തർക്കവും ഇല്ല. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇപ്പോൾ ഈ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ MD-യെ സംബന്ധിച്ച് അഭിമാനമാണ്. അദ്ദേഹത്തിന് സർവ്വ പിന്തുണയുമാണ്. അത് LDF ആയാലും UDF ആയാലും BJP ആയാലും നമ്മളെല്ലാവരും ഇത്തരം കാര്യത്തിൻ്റെ പദ്ധതി പൂർത്തീകരണത്തിന്. അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് ഇരുന്ന MD ആരായിരുന്നു? ആ MD-യെ UDF ഗവൺമെൻറ് മാറ്റാനിടയായ സാഹചര്യം എന്ത് എന്നുള്ളത് അത് പറയുമ്പോൾ ചാക്കിന് ഉള്ളിൽ നിന്ന് പൂച്ച പുറത്താവും. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ നേരത്തെ ചിലർ DMRC-ക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നതിനും ഈ ശ്രീധരൻ വരുന്നതിനും എതിരായി ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം, കൺസൾട്ടൻസി നൽകുന്നവർക്ക് കോൺട്രാക്ട് കൊടുക്കാൻ പാടില്ല, അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ നോംസിന് വിരുദ്ധമാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കൺസൾട്ടൻസിയും ഇവിടെ കോൺട്രാക്ട്, ഇത് ഗവൺമെന്റും തമ്മിലുള്ള ഇടപാടാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഇടപാട്, സംസ്ഥാന ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടിയുള്ള അവരുടേതായിട്ടുള്ള ഒരു സംയുക്ത സംരംഭം. ആ സംരംഭത്തിന്റെ ഒരു ജൂറിഡിക് പേഴ്സണാലിറ്റി ആണല്ലോ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി. അവർ മറ്റൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി. വാസ്തവത്തിൽ എന്താണ്? രണ്ടും ഗവൺമെന്റാണ്. ഭരണഘടന അനുസരിച്ച് സ്റ്റേറ്റ് എന്നുള്ള പർവ്യൂവിൽ വരുന്നത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു കാര്യത്തിന് CVC-യുടെ ഈ നോംസ് അവിടെ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ അതും ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞാൽ ചില ആളുകളെ മാറ്റി നിർത്തണം, ചില ആളുകളെ ഉൾപ്പെടുത്തണം. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആളുകളെ ഞങ്ങൾ ഹാൻഡ് ആൻഡ് ഗ്ലൗ പോലെ ഞങ്ങളുടെ കൈകൾക്ക് ഒരു ഗ്ലൗ വേണം. അതായിരുന്നു ഉദ്ദേശം. ആ ഗ്ലൗ അവിടെ നടന്നില്ല. ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഘട്ടത്തിൽ. ഇപ്പൊ നായനാരുടെ കാലത്ത് ഇതിന്റെ ഒരു ആശയം തുടങ്ങി വെച്ചു എന്ന് ശ്രീ സമ്പത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ ഒരു പീരീഡിൽ 2004 മറ്റോ ഉമ്മൻചാണ്ടിയുടെ ഒരു പീരീഡിൽ ഇത് PPP അല്ല, AK ആന്റണി ഉമ്മൻചാണ്ടി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത ഒരു പീരീഡിൽ ഇത് പൂർണ്ണമായും പ്ലാനിംഗ് ബോർഡ് പറയുന്നത് ഇത് PPP മോഡലിൽ ചെയ്യണമെന്നാണ്. നമ്മൾ ആദ്യം തന്നെ PPP കേട്ടു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയമായി ഇത്തരം പദ്ധതികളിൽ സ്വകാര്യ നിക്ഷേപമേ നടക്കൂ, അല്ലെങ്കിൽ സ്വകാര്യ താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഈ പദ്ധതിക്ക് ഉണ്ടായിരുന്നു. അവിടെ ജനകീയ സമ്മർദ്ദം വളരെ ഫലം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ശ്രീധരന് ഇത്രയും മേൽക്കൈ വരാൻ പറ്റിയത്. താങ്കൾക്ക് അതിന് മറുപടി പറയാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റു അതിഥികളിലേക്ക് കൂടെ അത് പോകണം. അതായത് അതുകൊണ്ടാണ് 2004 മുതൽ 2012 വരെ ഈ കാര്യങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന് വൈകിപ്പിച്ച് അപ്രൂവൽ കൊടുക്കേണ്ടി വന്നത് എന്ന് പറയേണ്ടി വരും. ഒന്നൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴും ഇതൊരു ഫീസ്ഫുൾ പ്രോജക്റ്റ് അല്ല. ഇത് ഇപ്പൊ തന്നെ 40 രൂപയാണ് ആലുവ തൊട്ട് പലവട്ടം വരെ. ഇത് കേരള ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തിന് എക്കണോമിക് ഫീസിബിൾ അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അന്ന് നയം ഉണ്ടായിരുന്നു. അന്നത്തെ ഇപ്പോഴും നയം ഇവർ മാറ്റിയിട്ടില്ലല്ലോ. കേന്ദ്രത്തിന് ഇൻവെസ്റ്റ്മെന്റ് നഷ്ടത്തിൽ പോകരുതെന്നാണ് അന്നത്തെ ഒരു നയം ഉണ്ടായിരുന്നു. അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ അന്ന് ഗവൺമെന്റ് ആ നയം തന്നെ ഇപ്പോഴും തുടരുവാണ്. അതാണ് പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് നയം മാറ്റിയിട്ടില്ല. പക്ഷെ ആ നയം മാറ്റാത്തപ്പോഴും കേരളത്തിലെ UDF ഗവൺമെന്റ് അത് മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഇവിടെ ആരെങ്കിലും കൈപിടിച്ചോണ്ടൊന്നല്ല ഇത് വന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വില്ല് കൊണ്ടും അന്നത്തെ UPA ഗവൺമെന്റ് ഞങ്ങളുടെ അതെന്താ മനസ്സിലാക്കാത്തത്? ഇത് ഈ നഷ്ടത്തിലുള്ള പദ്ധതികൾക്ക് എങ്ങനെയാണ് ഈ സ്വകാര്യ ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുക? ഇപ്പോൾ കൊച്ചി മെട്രോ നഷ്ടം, വിഴിഞ്ഞം പദ്ധതി നഷ്ടം. പക്ഷേ ഇവിടെ എല്ലാം സ്വകാര്യ ഇൻവെസ്റ്റേഴ്സ് വളരെ താല്പര്യത്തോടെ വരുന്നുണ്ടല്ലോ. പൊതുമേഖല ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണോ നമുക്ക് നഷ്ടം വരിക? സ്വകാര്യ നിക്ഷേപകർക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? ശരി, ശ്രീ ഡോണി പ്രസന്റേഷൻ മറുപടി പറയാൻ ഞാൻ അവസരം തരാം. അതിന് മുമ്പ് ശ്രീ ഡോക്ടർ വിജയനുണ്ട്. ഇതിനകത്ത് ഒരു അനാവശ്യമായ ഇതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കണം. കൊച്ചി മെട്രോയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കണം. കൊച്ചി മെട്രോ റിപ്പോർട്ട് എടുത്ത് നോക്കണം.
അത് സാമ്പത്തിക വയബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് മെട്രോ സിറ്റി വരാൻ പോകുന്നത്. പക്ഷേ ആ ചോദ്യം കൊച്ചി മെട്രോ നിൽക്കില്ല. സ്വകാര്യ മേഖലയ്ക്ക് കാത്തിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ അന്നത്തെ കേന്ദ്ര സർക്കാർ. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ വിജയനുണ്ണി, ഞാൻ ചോദിച്ച ചോദ്യം, ഈ ബ്യൂറോക്രസിയുടെ ഒരു അനാവശ്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത് ബ്യൂറോക്രസിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സംരക്ഷണം അവർക്ക് കിട്ടുമായിരുന്നില്ലല്ലോ. ഇതിൽ രണ്ട് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഇപ്പോൾ വന്ന പോയിന്റ്, അതായത് ലാഭകരമാകുമോ അല്ലയോ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം വളരെ വ്യക്തമാണ് ഇത് ലാഭകരമാവില്ല. ഇന്നലെ തന്നെ ഇന്ന് തന്നെ ശ്രീധരൻ ഈ കൊച്ചി മെട്രോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇതിൽ കുറച്ച് ടൂറിസ്റ്റ് പോലെയുള്ളവർ കയറി ഇറങ്ങുന്നല്ലാതെ അധികം യാത്രക്കാരെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആദ്യകാലങ്ങളിൽ ഇത് ലാഭകരമായിട്ട് നടക്കില്ല എന്ന് അദ്ദേഹം എത്രയോ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അത് ശരിയാണത്. കാരണം ഇത് ഒരു സബ്സിഡൈസ്ഡ് പോലെ ആവേണ്ടി വരും. ചുരുങ്ങിയ ചാർജിലാണ് ഇത് ഓടുന്നത്, 10 രൂപയും. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് തന്നെ കേരളത്തിലെ ബാംഗ്ലൂരിനേക്കാളും ചെന്നൈയേക്കാളും കൂടിയ റേറ്റ് ആണെന്നുള്ളത് പുറത്ത് വന്നു കഴിഞ്ഞു. മിനിമം 10 രൂപയായിട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കൂടിയ ദൂരത്തിന് 20 രൂപയും 30 ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വർദ്ധിപ്പിക്കാനും പറ്റില്ല എന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് വളരെ ലാഭകരമായിട്ടൊന്നും 5000 ചില്ലാനം കോടി രൂപ ചിലവാക്കിയിട്ടുള്ള പദ്ധതി ലാഭകരമായിട്ട് പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും പ്ലാനിംഗ് കമ്മീഷനും മറ്റുമൊക്കെ ഇതിനെ തടസ്സം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഇനി മുതൽ പുതിയ മെട്രോ നയം വരാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അവർ ഇതൊന്നും സ്റ്റേറ്റ് ആഭിമുഖ്യത്തിൽ വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വിജയനുണ്ണി, അപ്പോഴും നേരത്തെ ശ്രീ ഏലിയാസ് ജോണൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ലാഭകരമല്ലാത്തൊരു കാര്യത്തിൽ താല്പര്യക്കാരുണ്ടായിരുന്നല്ലോ അല്ലാത്ത രീതിയിലേക്ക് പോകാൻ. എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടോയെന്ന്. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ താല്പര്യക്കാരുണ്ടെങ്കിൽ അവർ ലാഭകരമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആത്മവിശ്വാസം അവർക്കുണ്ടെങ്കിൽ അങ്ങനെ ഏറ്റെടുക്കട്ടെ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. വേണ്ട എന്നല്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുമായിട്ട് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇനി വീണ്ടും മറ്റ് പുതിയ പദ്ധതികൾ ഏറ്റെടുത്തിട്ട് വളരെ ചുരുങ്ങിയ ജനങ്ങളുടെ നികുതി പണം കൊണ്ടുപോയിട്ട് അതിൽ തുലയ്ക്കരുതെന്നാണ് ഈ നയത്തിൻ്റെ ലക്ഷ്യം. അത് അത്യാവശ്യം പ്രധാനമാണല്ലോ. അതുകൊണ്ട് അതുകൂടി അതുകൊണ്ട് തന്നെ ആയിരിക്കണം മുമ്പത്തെ ഗവൺമെൻറ്റും അതിന് തടസ്സം പറഞ്ഞത്. അപ്പോൾ അന്ന് ഇത് ഒരു പബ്ലിക് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ആദ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യം അതിനെപ്പറ്റി ഇതുപോലുള്ള തുറന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. അവസാനം കാര്യങ്ങളെല്ലാം ഒരുമാതിരി വ്യക്തമായതിന് ശേഷമാണ് ഈ തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് വെച്ചാൽ പബ്ലിക് ക്രിറ്റിസിസം ഉണ്ടായില്ല, മറ്റ് വിദഗ്ധന്മാരുടെ ഭാഗത്തുനിന്ന് ക്രിറ്റിസിസം ഉണ്ടായില്ല ഈ തരത്തിൽ മാറ്റിയപ്പോൾ. മറിച്ച് അത് ഇൽ കൺസിഡേർഡ് ആയിട്ട് തീരുമാനമെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കോൺട്രവേഴ്സിയിലും വിവാദത്തിലും ചെന്ന് അവസാനിക്കുകയും മറ്റ് നമ്മുടെ പല പദ്ധതികളുണ്ടായിരുന്ന പോലെ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ പല പദ്ധതികളുണ്ടായിരുന്ന പോലെ എവിടെയും എത്താതെ ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് നീണ്ടുപോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പോഴേ അതിന് പറ്റിയ ആളുകളെ നേതൃത്വം ഏൽപ്പിച്ചതുകൊണ്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചതുകൊണ്ടും. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യം തീരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇവിടെ പാമോലിനും ലാവലിനും ഒക്കെ വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ആഗോളം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിമാരടക്കമുള്ളവരുടെ രാഷ്ട്രീയ ഭാവിയും എത്രയോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാവിയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നടന്നിരിക്കുന്നത്? കേന്ദ്രത്തിലേക്ക് കോളിനെ സംബന്ധിച്ചുള്ള കേസിൽ ഒരു ഉദ്യോഗസ്ഥനാണ് ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. തീരുമാനമെടുത്ത കോൾ മന്ത്രിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന്റെ തലേദിവസം രാത്രി നമുക്കത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഈ ചർച്ചയിൽ നിന്ന് മുഖത്ത് വിഷമം ഉണ്ടാക്കി അയക്കാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യം, ഇതിനിപ്പോൾ വയബിളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആരൊക്കെ സഹായിക്കേണ്ടി വരും? ഇത് ലാഭകരമല്ല എന്നുള്ള തരത്തിലേക്ക് ശ്രീ ശ്രീധരൻ തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് എന്താണ് ഒരു പോംവഴി ആർക്കെങ്കിലും നിർദ്ദേശിക്കാൻ ഉണ്ടാകുക എന്നുള്ളതാണ് അവസാനത്തെ ചില നിമിഷങ്ങളിൽ. അതിന് BJPക്കും മറുപടി പറയാനുണ്ടാകും. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അപ്പോൾ കേന്ദ്രത്തിന്റെ ജോലി അവിടുത്തെ പ്രധാനമന്ത്രി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തീരുന്നില്ല. ഇനിയും കൊച്ചി മെട്രോയ്ക്ക് ഭാവി ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മേഖലയിൽ തന്നെ പുതിയ സംരംഭങ്ങൾക്കുള്ള തുടക്കം കുറിക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് സഹായം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി മാത്രമേ ഇത് കൊച്ചിയുടെ റെസിഡൻഷ്യൽ മേഖലയൊക്കെ കൂടി ഉൾക്കൊള്ളുന്ന, ഡൽഹിയിലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു മെട്രോയായി ഈ കൊച്ചി മെട്രോ വലുതായി മാറുകയുള്ളൂ. അത് ലാഭകരവും ആകാൻ സാധ്യതയുള്ളൂ. എന്ത് ചെയ്യാനാണ്
കേന്ദ്ര സർക്കാരിന്റെ പരിപാടി? ഞാൻ ഇക്കാര്യത്തില് തീർച്ചയായിട്ടും ഇത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കിതിന്റെ ചരിത്രം ഇവിടെ പ്രതിപാദിച്ചല്ലോ. ഇന്ന് കാണുന്ന മെട്രോയുടെ EK നായനാരാണ് അതിനെ സംബന്ധിച്ച് ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷെ അന്ന് 1998 അടൽ ബിഹാരി വാജ്പേയി അനുമതി ഇതിന് കൊടുത്തതിന് ശേഷം നമുക്ക് 2004 വരെ കാത്തിരിക്കേണ്ടി വന്നു മെട്രോ സാധ്യതാ പഠന നിയമമാക്കി നടത്താൻ. അതിനുശേഷം ആ കാലഘട്ടത്തിൽ പിന്നെ വന്ന ഗവൺമെന്റില് CPM-ന്റെ പ്രാതിനിധ്യം, അതായത് CPM-ന്റെ നേതൃത്വം, സ്പീക്കർ അടക്കം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അപ്പൊ അന്ന് പോലും അതിന് അനുമതി നേടാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ശ്രീ രാധാകൃഷ്ണ മേനോൻ, ആ കാലഘട്ടത്തിൽ ഇത് സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നതിന് തടസ്സമുണ്ടാക്കിയത് ഒരുപക്ഷെ അവരുടെ കൂടി പിന്തുണ കൊണ്ടാണെന്ന് പറയേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യത്തിൽ BJP ഇപ്പോഴും രാഷ്ട്രീയമായിട്ടാണോ കാര്യങ്ങളെ കാണുന്നത്? CPM കോൺഗ്രസ് എന്നുള്ള നിലയ്ക്കാണോ കാര്യങ്ങളെ കാണുന്നത്? നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയോട് ഒപ്പം ഇരിക്കാൻ താല്പര്യമുള്ള തർക്കം ഇടുന്ന ആളുകൾ എന്നുള്ള കാര്യത്തിലാണ് താങ്കൾ വന്ന് നിന്നത്. അത് അവിടെ ഞാൻ പരാമർശിക്കപ്പെടാതെ പോയതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വികസനോന്മുഖമായ കേരളത്തിന് വേണ്ട, കൊച്ചിയുടെ നന്മയ്ക്ക് വേണ്ട ഒരു കൊച്ചി മെട്രോ ആകാൻ ഉള്ള പ്രഖ്യാപനം നാളെ പ്രധാനമന്ത്രി നടത്തുമോ? ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ലാഭകരമായി കൊണ്ടുപോകാൻ ഉതകുന്ന സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതിന് ഇത് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഇത് ലാഭകരമാകുമോ എന്ന് പല ആളുകളും ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശ്രീമാൻ ഏലിയാസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രചരണവും പ്രവർത്തനവും ഇത് കേവലം ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള യാത്രക്കാർക്ക് ഒരു നിശ്ചിത സമയം യാത്ര ചെയ്യുന്നതിനപ്പുറത്ത് ഇപ്പോ വീഗാലാൻഡിൽ പോലെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളടക്കം വന്ന് വരും ദിവസങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന തരത്തിൽ അതിനെ രൂപപ്പെടുത്തുവാൻ ശ്രീമാൻ ഏലിയാസ് ജോർജ് ഇന്ന് ആസൂത്രണം ചെയ്ത പ്രചരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും ഈ അവസരത്തിൽ ഞാൻ അംഗീകരിക്കും. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സമ്പത്ത്, നമുക്ക് അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണുള്ളത്. എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്രത്തോളം എത്താൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നാളെ പ്രധാനമന്ത്രി കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി ചടങ്ങ് നിർവഹിച്ച് പോവുക എന്നുള്ളതിലേക്ക് ഒതുങ്ങും എന്നാണ്. ഇവിടെ കുട്ടികളെ കൊണ്ടുവന്ന് മെട്രോയിൽ ഇരുത്തി ടൂറ് കാണിച്ച് ലാഭമുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ BJP നേതാക്കൾ തരുന്നുമുണ്ട്. ഞാനിവിടെ ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു നല്ല മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ നമ്മളോട് അനുഭാവം, അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള അങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി എന്തിനാ അങ്ങനെ ഒരു നോവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാതെ ഇരുന്നത്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. 1998 വാജ്പേയി ഗവൺമെൻറ്റാണ് അനുമതി നൽകിയത് എന്നത്. 1999 ജൂലൈ മാസം 21 മാത്രമേ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായനാരുടെ നേതൃത്വത്തിലുള്ള ആ കേരള മന്ത്രിസഭാ യോഗം ഇതിൻ്റേതായിട്ടുള്ള ഈ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനായി റൈറ്റ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. 1999 ജൂലൈ മാസം 21 കേരളത്തിലെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 98 അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ്റിന് അനുമതി കൊടുക്കാനായി കഴിയില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മളിതിൻ്റെ നാൾവഴികൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും ഇതിനകത്ത് അവരുടേതായ റോളും പങ്കാളിത്തവും അഭിമാനവും എല്ലാം പറഞ്ഞോട്ടെ. പക്ഷേ ഇത് നമ്മൾ വളരെ മുമ്പേ നമ്മളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നമ്മളെല്ലാവരും അത് ഞമ്മളാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മുടെ എല്ലാവരുടെയും അധ്വാനവും നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സാധനവും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കൂടി സഹായത്താൽ മാത്രമേ ഇന്ത്യയിൽ നമുക്ക് ഇത്തരത്തിലുള്ള മെട്രോ പ്രോജക്റ്റുകൾ അത് യാഥാർത്ഥ്യമാക്കാനായി കഴിയുകയുള്ളൂ. ഇവിടെ എല്ലാം ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ എല്ലാം ലാഭനഷ്ടങ്ങളിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ടിക്കറ്റ് നിരക്ക് അത് വർദ്ധിപ്പിച്ചുകൊണ്ടോ മാത്രമായി ഒരു മെട്രോ നെറ്റ്വർക്കിനെ അങ്ങനെ നമുക്ക് പരിപാലിച്ചു കൊണ്ടുപോകാനായി കഴിയില്ല. ഇതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ ആദ്യത്തെ
ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസും തമ്മിലുള്ള കാര്യത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഗവൺമെൻറ് എന്താ ജനങ്ങളെ ഇന്ന് കൂടുതൽ ഈ കാർബൺ എമിഷൻ ഉണ്ടാവാതിരിക്കുന്നതിനും ഈ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുന്നതിനും ആളുകൾ അവരെ മെട്രോയിൽ യാത്ര ചെയ്യുന്നതിന് അവർക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്ന നിലയിലേക്കും അവർക്കൊരു സൗകര്യപ്രദവും സേഫായ നിലയിലുള്ള യാത്രാ സൗകര്യം എന്നുള്ള നിലയിലേക്കും വരികയും ഇത് കൊച്ചിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇതൊരു നാഴികക്കല്ലാണ്. ഇത് കേരളത്തിന്റെ ഒരു റോൾ മോഡലായി ഇത് ഷോക്കേസ് ചെയ്യാനായി നമുക്ക് കഴിയണം. മെട്രോ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കാനായി കേന്ദ്ര സഹായം ഇല്ലാതെ ഈ കാര്യം ഇനി മുന്നോട്ട് പോകുമെന്ന് കരുതേണ്ടതില്ല. ഡോക്ടർ സമ്പത്തൊക്കെ സ്വപ്നം കാണുന്നത് പോലെയും മറ്റുള്ളവർ പറഞ്ഞതുപോലെയും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം വേണം. ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിവരും? അത് ഈ കൊച്ചി മെട്രോയെ വയബിളാക്കി നാളെയിലേക്ക് നീട്ടി എടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും? ഡൊമിനിക് പ്രസന്റേഷൻ. അടിയന്തരമായിട്ട് വേണ്ടത് ഇപ്പോൾ കേരള മന്ത്രിസഭ 2 മാസം മുമ്പാണ് കാക്കനാട്ടേക്കുള്ള അലൈൻമെൻറ്റ് അവർ AS കൊടുത്തു കഴിഞ്ഞു. അതിന് കേന്ദ്രത്തിന് അനുമതി കിട്ടണം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ തന്നെ ആ മേഖലയിൽ 50,000 IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അടുത്ത 2-3 വർഷം കൊണ്ട് അത് 1 ലക്ഷമായി കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അടിയന്തരമായി ശ്രീധരൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാക്കനാട്ടേക്ക് അടിയന്തരമായി ഇപ്പോൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്രാനുമതി നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക എന്നാണ് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമാണ്. ഇത് ലാഭനഷ്ടം നോക്കേണ്ട കാര്യമില്ല. ഇത് കൊച്ചിയിലെ ട്രാൻസ്പോർട്ട് കൺജഷനും അതുപോലെ പൊല്യൂഷൻ ഒഴിവാകും. 960 പേരാണ് ഒരു ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെ അർത്ഥം ഒരു 10-14 ബസ്സിൽ കയറുന്ന ആൾ ഒറ്റ ട്രെയിനിൽ കയറുവാണ്. അപ്പോൾ മാത്രമല്ല കുറേ അധികം സ്കൂട്ടർ യാത്രക്കാർ, കാർ യാത്രയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭത്തെക്കാൾ ഉപരി കൊച്ചിയുടെ ഒരു വലിയ എന്താ പറയുക ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് തന്നെ കാണണം. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കത് ലാഭം നോക്കാതെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വൈകില്ലായിരുന്നു എന്ന് പറയാം. അത് ആ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ ഇത് വയബിൾ ആക്കേണ്ടതുണ്ട്. കൊച്ചി ഡൽഹി മോഡലിലെങ്കിലും, താങ്കൾ നേരത്തെ പറഞ്ഞ ദുബായ് മാറ്റി ഡൽഹി മോഡലിലെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് താങ്കൾ ഉത്തരം പറയുകയാണെങ്കിൽ അതിന് കൊച്ചിക്ക് ഉടനെ സാധ്യതയുണ്ടോ? ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തന്നെ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ കൊച്ചിയെ ഒരു വ്യവസായ നഗരമെന്നുള്ള പഴയ ചിത്രത്തിൽ നിന്ന് എല്ലാവരും മറന്നു. കൊച്ചിയിൽ ഇന്നൊരു വ്യവസായത്തിൻ്റെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ചർച്ച. ഒരു സർവീസ് ഇക്കോണമിയാണ് ഇനിയിപ്പോൾ. ഇൻഫോ പാർക്കാണ് നമ്മുടെ പ്രധാന വ്യവസായ കേന്ദ്രമായിട്ട് എക്സ്റ്റൻഷനിലൂടെയൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഒരു ഏറ്റവും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിക്ക് കിട്ടുമ്പോൾ അവിടെ ഷിപ്പ്യാർഡുണ്ട്, FACT ഉണ്ട്, ഈ മല്ലാർപാടമുണ്ട്, അതുപോലെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്, റിഫൈനറി ഉണ്ട് അമ്പലമുകളിൽ. ഇത്രയും ബൃഹത്തായ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ഒരു റീജനുവേഷനിലൂടെ പുതിയ നിക്ഷേപകരെ കൊണ്ടുവരികയും ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ 5500 കോടി രൂപയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ നികുതി പണം ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നു. ഈ അടുത്ത 20 വർഷത്തിനകം ഈ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കണം. അക്കാര്യത്തിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾ വിഭാവന ചെയ്യുന്ന പദ്ധതികൾക്ക് കൂടി സഹായവും തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ഒരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ നഗരം എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു നഗരം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഫോക്കസ് പഴയ എറണാകുളം, പഴയ കൊച്ചി എന്നുള്ള രീതിയിലൂടെ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു പൊൻതൂവലാണ് മെട്രോ. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആക്കം കൂട്ടാൻ ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജബലാലിയിലോട്ട് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മാസ് ട്രാൻസ്പോർട്ട് നടത്തുന്നത് പോലെ ആലുവയിൽ നിന്ന് അമ്പലമുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കേന്ദ്രവും സംസ്ഥാനവും അടിയന്തരമായി ആലോചിക്കണമെന്നാണ് എൻ്റെ വലിയ ആലോചനകളിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ വിജയനുണ്ണിയിലേക്ക് വരാൻ എനിക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ട് സാധിക്കുന്നില്ല. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ സമ്പത്ത്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഡോക്ടർ വിജയനുണ്ണി, ശ്രീ എലിയാസ് ജോൺ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.